കുട്ടനാട്ടുകാർക്ക് ഇത് കണ്ണീർ കാലമാണ്. കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ചമ്പക്കുളം വില്ലേജ് ഓഫീസും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും മങ്കൊമ്പ് സബ് ട്രഷറിയും ഒക്കെ വെള്ളം നന്നായിട്ട് കയറിയ സ്ഥലങ്ങളാണിപ്പോൾ. നടന്നു എൻ്റെ വണ്ടി കുറച്ച് ദിവസം മുമ്പ് വെള്ളം കയറി പ്രശ്നമായിരുന്നു. വേറെ കുഴപ്പങ്ങൾ നടന്നു വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. സബ് ട്രഷറി ആലപ്പുഴയിലേക്ക് മാറ്റി. അത് വെള്ളം കയറുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ, പൊതുജനങ്ങൾക്ക് ഉള്ളിൽ വരുന്നില്ലേ. അപ്പോൾ താൽക്കാലികമായിട്ടാണ് മാറ്റിയ. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഈ മഴയില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇറങ്ങി പോകുമായിരിക്കും. അപ്പോഴത്തേക്കും ഇങ്ങോട്ട് വരും, ഷിഫ്റ്റ് ചെയ്യും. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി YS അഭിനന്ദ റിപ്പോർട്ട് ചെയ്യുകയാണ്. അഭിനന്ദ്, യഥാർത്ഥത്തിൽ ഈ മഴ മാറി നിന്നിട്ടും ഈ വെള്ളക്കെട്ട് ഇറങ്ങുന്നില്ലേ? ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന നാടാണ് കുട്ടനാട്. നമുക്കറിയാം, ഇത് 2 ദിവസമായിട്ട് ശക്തമായ മഴയായിരുന്നു. മഴയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലേക്ക് വെള്ളക്കെട്ട് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടും വെള്ളക്കെട്ടിന് ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മങ്കൊമ്പ് സബ് ട്രഷറി, ഒപ്പം തന്നെ പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷൻ, കുട്ടനാട് താലൂക്കിന്റെ പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. ഇപ്പോൾ കാണുന്ന ഈ മങ്കൊമ്പ് സബ് ട്രഷറി പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്കായിട്ട് നിരന്തരമായി ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ആലപ്പുഴയിലേക്ക് താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസ് ചമ്പക്കുളം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളത്തിനടിയിലാണ്. അങ്ങനെ സർക്കാർ സ്ഥാപനങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായ സ്ഥിതിയാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തമായ മഴയുടെ പിന്നാലെ തന്നെ തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ വൈകിയതാണ് ഇത്തരത്തിലേക്ക് വെള്ളക്കെട്ട് അനുഭവപ്പെടാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ഈ തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്നത് വൈകിയതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് ജില്ലാ ഭരണകൂടം തിരക്കിട്ട നടപടികളിലേക്ക് കടന്നത്. ഇപ്പോൾ തോട്ടപ്പള്ളി പൊഴിമുറിച്ചതിന് ശേഷവും ഇപ്പോൾ വെള്ളക്കെട്ടിന് ഒരു തരത്തിലുള്ള പരിഹാരമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടേക്ക് മങ്കൊമ്പ്, ഒപ്പം തന്നെ നെടുമുടിയിലുള്ള പ്രദേശവാസികളടക്കം ഇത്തരത്തിലേക്ക് ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. രാവിലെ മുതൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത് വളരെ പാടുപെട്ടാണെന്നാണ് അല്പസമയം മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും വ്യക്തമാക്കിയത്. ധാരാളം ആളുകളെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കുട്ടനാട്ടിൽ വിവരങ്ങൾ നൽകിയത്. അവിടെ വെള്ളക്കെട്ട് കാര്യമായി ഉണ്ട്.